ഇന്ത്യ ടുഡേ സീ വാട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിദഗ്ധർ പറയുന്നത് The soul of royal art, Kairali Jewelers. ഉത്തർപ്രദേശിൽ ഇനി അടുത്ത വർഷം ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത് ജൻ ഇസഡ് അല്ല, അതായത് ജെൻസി കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ബിജെപിക്ക് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടാകാൻ പോകുന്നത്. മറിച്ച് അവരെ വളർത്തിയ തലമുറയായ ജൻ എക്സ് ആണെന്നാണ് ഒരു സർവേ പറയുന്നത്. ഏകദേശം 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശിൽ ബിജെപിക്ക് കടുത്ത വെല്ലുവിളി നേരിടുമെന്നും ഓഗസ്റ്റിലെ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ 80 ലോക്സഭാ സീറ്റുകളിൽ 41 എണ്ണം ഇന്ത്യ സഖ്യത്തിനും 38 എണ്ണം ബിജെപി നയിക്കുന്ന എൻഡിഎക്കും ലഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ സർവേ പ്രവചിക്കുന്നത്. 2026 ജനുവരിയിൽ സർവേയിൽ എൻഡിഎക്ക് 48 സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന് 31 സീറ്റുകളും ലഭിക്കുമെന്നായിരുന്നു പ്രവചനം. അതിൽ നിന്നുള്ള വലിയൊരു മാറ്റമാണിത്. എന്നാൽ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ കണക്കുകൾ 2027 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രവചനമായി കാണാനാവില്ല. എങ്കിലും കഴിഞ്ഞ ഒരു ദശാബ്ദമായി ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ആധിപത്യത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു ഈ സംസ്ഥാനത്ത്. അവർക്ക് രാഷ്ട്രീയമായി ചില ദുർബലതകൾ ഉണ്ടെന്ന് ഒരു സൂചനയാണ് മൊത്തത്തിലുള്ള സാഹചര്യം നൽകുന്നത്. ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എപ്പോഴും വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാറുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. 80 ലോക്സഭാ സീറ്റുകളുള്ള ഈ സംസ്ഥാനത്തിന് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒന്നായിരിക്കും. തൊഴിലില്ലായ്മയും അതോടൊപ്പം തന്നെ പരീക്ഷകളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളെയും ചൊല്ലി ജൻ ഇസഡ് ഭാഗത്തിലുണ്ടായ രോഷമാണ് ഇതിന് കാരണമെന്ന് നിങ്ങൾ കരുതിയേക്കാം. എന്നാൽ കൂടുതൽ നിർണായകമായ ഒരു മാറ്റം സംഭവിക്കുന്നത് ജൻ എക്സ് ഭാഗത്തിലാണെന്ന് തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായ യശ്വന്ത് ദേശ്മുഖ് അഭിപ്രായപ്പെടുന്നുണ്ട്. 1965നും 1980നും ഇടയിൽ ജനിച്ചവരാണ് ഈ ഭാഗത്തിൽ ഉൾപ്പെടുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജാതി വിവേചനം തടയുന്നതിനായി യൂണിവേഴ്സിറ്റി ഗ്രാന്റഡ് കമ്മീഷൻ കൊണ്ടുവന്ന തുല്യതാ ചട്ടങ്ങൾ കാരണം ബിജെപിയുടെ പ്രധാന വോട്ട് ബാങ്കായ സവർണ ഭാഗങ്ങൾക്കിടയിൽ പാർട്ടിയോട് അതിർത്തി ഉടലെടുത്തിട്ടുണ്ട്. നിയമങ്ങൾ താത്കാലികമായി മരവിപ്പിച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ അവ പിൻവലിച്ചിട്ടില്ല. ഇത് ഉയർന്ന ജാതിക്കാർക്കിടയിൽ ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. റിസർവേഷൻ ഹട്ടാവോ ആന്തോളൻ എന്ന സംഘടന ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ഇതിനെതിരെ വൻ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സാമൂഹ്യമോ ജാതിപരമോ ആയ പശ്ചാത്തലത്തിനപ്പുറം വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംവരണം നിശ്ചയിക്കണമെന്നാണ് ഈ സംഘടനയുടെ ആവശ്യം. 1989 മണ്ഡൽ കമ്മീഷൻ വിഷയത്തിലുണ്ടായ പ്രക്ഷോഭങ്ങൾക്ക് ജൻ എക്സ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്നും UGC വിഷയം ഇപ്പോൾ ആ പഴയ ഓർമ്മകളെ തിരികെ കൊണ്ടുവരികയാണെന്നും ദേശ്മുഖ് പറയുന്നുണ്ട്.